അപ്പം എൻ്റെ ഫണ്ടാസ്റ്റിക് തംബ്നെയിൽ കണ്ട് ഇത് ഞെക്കിയവർക്കൊക്കെ ഞാൻ ഒരു മുന്നറിയിപ്പ് തരാം. ആദ്യത്തെ കാര്യം, എൻ്റെ വീഡിയോ 1080p 30 FPS ആയിരിക്കും. വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി ഒരു 6 കൊല്ലം മുന്നത്തെ സാംസങ് A30 എടുക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ എൻ്റെ കയ്യിൽ ഫോണില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസും കുറേ നെറ്റിലും അതിലൊക്കെ തപ്പി ഉണ്ടാക്കിയിട്ടുള്ള റിവ്യൂ ആണ്. 100% ശരിയാവുന്ന ഒരു നിർബന്ധമില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് വരൂ. അയ്യോ, ഈ ചക്രം ശരിയില്ല, അതാ. അപ്പോൾ നമ്മുടെ പുതിയ മോട്ടറോളേൻ്റെ പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. മോട്ടറോള എഡ്ജ് 70. അപ്പോൾ 70 Pro ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിലവർ മെയിനായിട്ട് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നുണ്ട്. മുന്നത്തെ പോലെ തന്നെ ഇനി മോട്ടറോള നോ ലോങ്ങർ എഡ്ജ്, അത് ശരിയല്ലേ? എന്നുവെച്ചാൽ അവർ എഡ്ജ് 70, എഡ്ജ് 60, എഡ്ജ് 50 എന്നൊക്കെ ഇറക്കാൻ കാരണം ആ വാട്ടർഫോൾ ഡിസൈൻ ആയിരുന്നു. അത് നിർത്തി ഇപ്പോൾ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. നോ മോർ എഡ്ജസ്. അപ്പോൾ മോട്ടറോളേൻ്റെ ഈ പറഞ്ഞിട്ടുള്ള എഡ്ജ് 70 ഫ്ലാറ്റ് ആയിരിക്കും. പിന്നത്തെ മെയിൻ വ്യത്യാസം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ആപ്പിൾ എയർ, നമ്മുടെ സാംസങ് ഗാലക്സി എഡ്ജ്, അതൊക്കെ അതിൻ്റെ പോലെയൊക്കെ തന്നെ ആ ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് തിന്നറായിട്ട് ഇറക്കിയിട്ടുണ്ട് ഫോൺ. അപ്പോൾ തിന്നറായിട്ട് മോട്ടറോള ഇപ്പോൾ നമ്മൾ ശരിക്കും അത് കൂപ്പി അടിച്ചിട്ടാണ് മോട്ടറോള ഇറക്കിയത്. പക്ഷെ അങ്ങനെയല്ല, മുന്നേ തന്നെ നമ്മുടെ റേസർ സീരീസ് ഉണ്ടായിരുന്നു മോട്ടറോളയ്ക്ക്. അപ്പോൾ അവർ തന്നെ അത്യാവശ്യം തിന്നായിട്ടുള്ള ഫോൺസ് ആയിരുന്നു. അപ്പോൾ മോട്ടറോളയ്ക്ക് ഇത് മുന്നേ കണ്ടുവിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു തിരിച്ചിൽ കൊണ്ടുവന്നുണ്ട്. പിന്നെ മാക്സേ ഫീൽ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ വയർലെസ് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് മാക്സേഫ് ഈ ആപ്പിളിന് ഇറക്കിയിട്ടുള്ള എല്ലാ കമ്പാറ്റബിൾ ആയിട്ടുള്ള എല്ലാ കമ്പോണൻസും നമുക്ക് ഇതിലും അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പേഴ്സ്, ലൈറ്റ് എല്ലാം നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. അപ്പോൾ പൊട്ടിക്കുള്ളിൽ എന്ത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മോട്ടറോളേനെയും മറ്റേ സാംസങ്ങും ആപ്പിളും പോലെ NSS ക്യാമ്പിന് വിട്ടു. പരിസ്ഥിതി പാലകനായതുകൊണ്ടുകൂടി ചാർജറില്ല. നമുക്ക് C2C കേബിളും ഒരു പൗച്ചും മാത്രമല്ല നമ്മളെ ഒതുക്കി. അപ്പോൾ നമുക്ക് ഡിസൈനെ പറ്റി പറയാം. അപ്പോൾ ഡിസൈനിൽ ആദ്യമായിട്ട് നമുക്ക് കളർ പറയാം. ഒരു പച്ചയും ഗ്രേയും തമ്മിലുള്ള കളറാണ്. അതിനെന്തോ ഒരു പേരിട്ടുണ്ട്. അതെന്തല്ല, അവിടെ പച്ചയും ഒരു ടൈപ്പ് പച്ചയും ഒരു ടൈപ്പ് ഗ്രേ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് ഡിസൈനിൽ 2 ചേഞ്ചസ് ആണ്. ഒന്ന് തിന്നറാക്കി, രണ്ടാമത് വാട്ടർഫോൾ ഡിസൈൻ കളഞ്ഞു. രണ്ടും പ്രമുഖമായി നിർത്തിയപ്പോൾ മോട്ടറോള നിർത്തി. 5.9 mm തിക്നെസ്. ഐഫോൺ എയർ ഇതിനേക്കാൾ തിക്നെസ് കുറവാണ്. പക്ഷേ മോട്ടറോള എയർ കുറച്ച് കൂടുതലാണ്. അതിലൊക്കെ വരെ സെമി എയർ വരും. പിന്നെ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് എയർക്രാഫ്റ്റ് ഗ്രേഡ് അലുമിനിയം. കേൾക്കുന്ന അടിപൊളിയായിട്ടില്ല. പിന്നെ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. മിലിറ്ററി ഗ്രേഡ് എന്ന് വെച്ചാൽ US ആർമിയുടെ എന്തോ ഒരു റേറ്റിംഗ് ഉണ്ട്. ആർമിയുടെ അല്ല, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അവരുടെ ഒരു റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതും വന്നിട്ടുണ്ട്. മാത്രമല്ല, പിന്നെ ഇതിൽ മാക്സേഫ് കമ്പാറ്റബിൾ ആയി. പിന്നെ IP68 IP69 പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ വെള്ളം, വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ വാട്ടറിൻ്റെ ജെറ്റ് അത് മിക്ക അടിച്ചാലും അതൊക്കെ അടിച്ചോളൂ, എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ടെസ്റ്റാണെന്നുണ്ട് IP69. അപ്പോൾ അതുണ്ട് നമുക്ക്. ഡിസൈനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ എങ്ങനെ നോക്കാം. അപ്പോൾ ഡിസ്പ്ലേ വരുന്നത് 6.7 ഇഞ്ച് POLED 120Hz സൂപ്പർ HD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ അടിപൊളിയാണ്. അപ്പോൾ ഈ POLEDും AMOLED എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ഒരു ക്ലാസ് എടുത്ത് തരാം. ഞാൻ ഇപ്പോൾ പ്രൊഫസറാണല്ലോ. അപ്പോൾ ഞാൻ എന്താണെന്ന് പറയാം. POLED എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന മെയിൻ സബ്സ്ട്രേറ്റ് പ്ലാസ്റ്റിക് ആയിരിക്കും. AMOLED എന്ന് വെച്ചാൽ മെയിൻലി പ്ലാസ്റ്റിക് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട് കുറച്ചായിട്ട് ഫ്ലാഗ്ഷിപ്പിലൊക്കെ. പക്ഷേ മെയിൻലി ഗ്ലാസ് ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഈ POLED രണ്ടും ഏകദേശം അടിപൊളിയായി പറഞ്ഞാൽ മതി. കുറേ ഉണ്ട്, അത് നിൽക്കും കുറച്ചായിട്ട് അറിയുന്നില്ല. പിന്നെ ഇതിൽ വരുന്നത് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. മറ്റേ അൾട്രാസോണിക് അല്ല. അപ്പോൾ ആക്യുറസി ഒക്കെ കുറച്ച് സ്പീഡും കുറച്ച് കുറവായിരിക്കും. പിന്നെ അത് ഏറ്റവും കൊണ്ടുവച്ചിട്ടുള്ള അടിയിലാണ്. അതെനിക്ക് ഇഷ്ടമായില്ല. കുറച്ച് ക്രിയേറ്റ് വയ്ക്കായിരുന്നു. അതാണ് ഫിംഗർ പ്രിൻറ്റ് കേസിൽ. പിന്നെ HDR 10+ വരുന്നുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് വരുന്നത് up to 4500 nits എന്ന് പറയും. അപ്പോൾ എല്ലാ ഫോണിലും ഇപ്പോൾ അങ്ങനെയാണ് up to 6000 7000 അടിച്ച് വിടുന്നത്. പക്ഷേ അതൊന്നും വിശ്വസിക്കേണ്ട. കാരണം അങ്ങനെ up to എന്ന് പറയുന്നത് 4500 nits ബ്രൈറ്റ്നസ് വരിക. ചില കണ്ടന്റ് വാച്ച് ചെയ്യുമ്പോഴുള്ള വൈറ്റ് സ്പേസ്, ചില HDR 10+ കണ്ടന്റൊക്കെ വാച്ച് ചെയ്യുമ്പോഴാണ് അതിലുള്ള വൈറ്റ് സ്പേസിൽ. അപ്പോൾ അതാണ് ഈ ഇത്രയും നിറ്റ്സിലേക്ക് പോകുക. സാധാരണ നിങ്ങളുടെ ഔട്ട്ഡോറിൽ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് ഇട്ട ഏറ്റവും കൂടുതൽ ഇട്ട് 1500 അതിൻ്റെ അടുത്തേക്കാണ് ഈ ഫോണിൽ കിട്ടുക. അപ്പോൾ അതാണ് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ വരുന്നത് ഗൊറില്ല ഗ്ലാസ് വിറ്റസ് അല്ല 7i ആണ്. അപ്പോൾ അത് ഈ മിഡ് റേഞ്ചിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാ ഗൊറില്ല ഗ്ലാസ് ആണ്. പിന്നെ നമുക്ക് അത് പേടിക്കേണ്ട. ഓൾറെഡി POLED അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനൊക്കെ ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹാർഡ്വെയർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ്. അപ്പോൾ അതൊരു മിഡ് റേഞ്ച് പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ ഈ റേഞ്ച് കാറ്റഗറിയിൽ വരുന്ന ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വീക്കാണ്. കാരണം നമുക്കിപ്പോൾ പോക്കോ, OnePlus, Realme 7, GT7 പിന്നെ അങ്ങനെ കുറേ ഫോൺ നമുക്ക് ഈ 30, 35, 40 ആ റേഞ്ചിൽ ഇടയിൽ വരും. ഇതും ആ റേഞ്ചിൽ ലോഞ്ച് ആവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ ഇതിനേക്കാളൊക്കെ അടിപൊളിയാണ് ബാക്കിയുള്ള പെർഫോമൻസ്. ഇതിനൊക്കെ തൂഫാനാക്കുന്നുണ്ട് ബാക്കിയുള്ളത്. അപ്പോൾ ഇത് പെർഫോമൻസ് നോക്കിയിട്ട് ഇറക്കിയിട്ടുള്ളതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെറുതെ എസ്തെറ്റിക് ലുക്ക് എൻ്റെ ആപ്പിൾ പറഞ്ഞ പോലെ കനം കുറവ് പിടിച്ചടക്കുക അങ്ങനത്തെ ഫീലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത്. പിന്നെ വേറൊരു ബാഡും കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബാക്കി 12GB DDR5X റാം ലേറ്റസ്റ്റ് റാമാണ്. പക്ഷേ സ്റ്റോറേജ് വരുന്നത് 256 അല്ലെങ്കിൽ 512GB വരുന്നത്
3.1 ആണ്, 4.1 ആണ് ലേറ്റസ്റ്റ് സ്റ്റോറേജ്. അപ്പോൾ അതൊരു ബാക്ക് പടി പിന്നിലേക്കുള്ള സ്റ്റോറേജ്. അതുപോലെ തന്നെ കണക്ടിവിറ്റിയുടെ കേസിലും എല്ലാവരും പടി പിന്നിക്കുക. കാരണം വൈഫൈ 6i ആണ്. ഇപ്പോൾ വൈഫൈ 7 ലേറ്റസ്റ്റ് ഉണ്ട്, വൈഫൈ 6i വന്നു, അത് പിന്നിലാണ്. പിന്നെ ബ്ലൂടൂത്ത് 5.4 ആണ്, ഇപ്പം എന്താ 6.1 ആണ്, അതും പിന്നിലേക്കായിട്ടുണ്ട്. അപ്പോൾ കണക്ടിവിറ്റി എല്ലാം അതൊക്കെ ഒരു പടി പിന്നിലാണ് കിടക്കണത്. ഈ പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ പിന്നെ പെർഫോമൻസ് അടിപൊളിയായിരിക്കണം, അതും കുറച്ച് ബാക്കിലാണ്. ഈ പ്രോസസ്സർ വെച്ചിട്ട് ഇതിന് കിട്ടുന്ന മറ്റേ അന്തൂത്തും മറ്റേ ബെഞ്ച് മാർക്കറൊക്കെ ബാക്കി ഈ ബഡ്ജറ്റിലുള്ള ബാക്കി ഫോണുകൾ തൂഫാനാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ബാഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡ് 16 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഞാൻ വെച്ചാൽ നിയറസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മുന്നേ എൻ്റെ ഒരു മോട്ടറോള പവർ എഡ്ജ് പവർ അങ്ങനത്തെ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളി സെറ്റായിരുന്നു, പവർ വന്നിട്ടാ. അപ്പോൾ അത് അതിൻ്റെ സോഫ്റ്റ്വെയർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. പക്ഷേ ഈ ഫോണിൽ 120 എടുത്ത് റിഫ്രഷ് റേറ്റ് ഉണ്ടായിട്ട് വരെ ആ സ്മൂത്ത്നെസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇതായി. അതൊരു ബാഡാണ്. കാരണം ഇത്രയും ഈ പ്രോസസ്സറും ഇതൊക്കെ വെച്ചിട്ടും, ഈ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ അത്ര മോശമല്ലോ, പക്ഷെ അത് വെച്ചിട്ടും ഈ സോഫ്റ്റ്വെയർ ഭയങ്കര ബഗ്ഗിയാണെന്നാണ് പറയണത്. പിന്നെ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും ഉണ്ട്. അത് നല്ല കാര്യമാണ്. ഇതിനും വില കൂടിയ ഫോണിലും ഈ 4 വർഷം 5 വർഷം ഇങ്ങനെ കിട്ടണല്ലോ. അപ്പോൾ ഇതിൽ 4 വർഷം വരാവുന്ന അത്യാവശ്യം അടിപൊളിയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ സോഫ്റ്റ്വെയർ ബഗ്ഗിയും പിന്നെ പെർഫോമൻസും ബാക്കിലായിട്ട് ഇതെങ്ങനെ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഒരു ഇതാണ്. നമുക്കപ്പോൾ ബാറ്ററി എന്താ വെച്ചിട്ടുള്ളത് നോക്കാം. എന്തായാലും ഇത്ര ഹൈ കുറവാകുമ്പോൾ നമ്മൾ വിചാരിക്കും 3000 സംതിങ് mAh ഉണ്ടാവുന്നത്. അല്ല, സിലിക്കൺ കാർബൺ ബാറ്ററി ഇറങ്ങിയതിന് ശേഷം മോട്ടോയിൽ 4800 mAh ബാറ്ററി വെച്ചിട്ടുണ്ട്. 68 വാട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ട് മറ്റേ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ആപ്പിളുകാരനേക്കാളും ബാക്കി എഡ്ജിൽ നിൽക്കുന്ന എല്ലാവരേക്കാളും കൂടുതൽ എന്തായാലും ഈ ഫോണിലുണ്ട്. ടെക്നോ പോവ സ്ലിം ഉണ്ട്, അതിൽ എത്ര എനിക്ക് ഓർമ്മയില്ല, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും. ബാക്കി മെയിൻ ആയിട്ടുള്ള 2 ടീംസിനേക്കാൾ കൂടുതൽ ബാറ്ററി ഇതിലുണ്ട്. പോരാത്തന്നെ സ്പീക്കറിൽ ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഡ്യുവൽ സ്പീക്കറും വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്പിളുകാർക്ക് അതിലൊരു സ്പീക്കർ കുത്തിവയ്ക്കാൻ സ്ഥലമില്ലാത്ത കാരണം മോട്ടോക്കാർക്ക് സ്ഥലം ഉണ്ടായി, അതുകൊണ്ട് 2 സ്പീക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീക്കറിൽ എന്തായാലും ഐഫോൺ എയറിനേക്കാൾ അടിപൊളി സ്പീക്കർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്യാമറ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ മിഡ് റേഞ്ചിൽ വരുന്ന ക്യാമറ, ഈ ഫോണിലത്തെ ക്യാമറയൊന്നും നമുക്ക് ഒരിക്കലും ഐഫോണായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല ഫ്ലാഗ്ഷിപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതിൽ വന്നിട്ടുള്ളത് 2 50 മെഗാപിക്സലിൻ്റെ ബാക്ക് ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോട്ടോയിൽ 3 കാണിക്കുന്നുണ്ടല്ലോ ഒരു ഫ്ലാഷിന്, അത് വേറെ അലമ്പ് സംഭവമായിട്ട് തോന്നി. കാരണം ഒരെണ്ണം ലൈറ്റ് സെൻസറാണ്, അതൊരു ക്യാമറ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് ശരി, അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, വെറുതെ പറ്റിക്കണ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 50 മെഗാപിക്സൽ ബാക്കും 50 മെഗാപിക്സലിൻ്റെ ഫ്രണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിൽ പോർട്രേറ്റ് മോഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് സാമ്പിൾസ് ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. പിന്നെ മെയിൻ സെൻസറിന് തന്നെ ഫോട്ടോസും വലിയ കുഴപ്പമില്ല, പക്ഷേ വീഡിയോൻ്റെ കേസൊക്കെ കുറച്ച് ബാക്കിലാണ്. അത് ഓൾറെഡി അറിയാമല്ലോ, ഈ പൈസയ്ക്ക് നമ്മൾ നല്ല അത്രയും എക്സ്പെക്ട് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഇത് ലോഞ്ച് ആവുന്ന പ്രൈസ് ഇപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 30,000-35,000 ഇടയിലൊക്കെ തോന്നുക. ആ പൈസയ്ക്ക് ഈ ഫോൺ എടുക്കണോ വേണ്ടേ എന്നുള്ളതിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം കുറേ കേസ് ഉണ്ട്, ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം, ഈ 2 കാര്യത്തിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇത് പിന്നെ റെക്കമെൻഡ് ചെയ്യണവർക്ക് ചെയ്യാം. കാരണം എനിക്ക് പേഴ്സണലി ഈ തിന്നറായിട്ട് ബാറ്ററി കുറഞ്ഞ് കിട്ടണേക്കാൾ നല്ലത് കുറച്ച് അത്യാവശ്യം സാധാ ഫോണിൻ്റെ കട്ടിണ്ടായിട്ട് 7000 mAh കിട്ടണതാണ് ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുക. കാരണം നമുക്ക് ഇഷ്ടംപോലെ യൂസ് ചെയ്യാം. പിന്നെ തിന്നർ ഫോൺ വേണമെന്നുള്ളവർക്ക് മാത്രം ബഡ്ജറ്റ് റേഞ്ചിൽ ഇതും നോക്കാവുന്നതാണ്, അത്രമേ. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗം. ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. കാരണം മോട്ടറോളയുടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സെറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട്. പക്ഷേ ഇത് അവർ പറഞ്ഞത് അത്ര ശരിയില്ല. അപ്പോൾ നിങ്ങളെന്നെ കണ്ടിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, ബൈ.